വണ്ടി നിർത്ത് നിർത്ത്. ഫിഫു മേരിക്കണു. മേരിനോട് നീ ഇപ്പൊ എന്താ പറയാൻ പോണേ? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. നീ ഇങ്ങോട്ട് വന്നേ. ബാ എടാ പതിയെ പോടാ, ഞാനും വന്നി. നീ ഇങ്ങോട്ട് വന്ന ഫിഫു. മേരി മേരി പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. മേരി ഒന്ന് വരുമോ? വല്യമ്മച്ചൊന്നും ഇങ്ങിരിക്കും. മേരി അതിലായാലും എന്താ സംസാരിക്കാനുണ്ടെന്ന്. മേരി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ചേട്ടനെ എത്ര തവണ വിളിച്ചു, ഒരിക്കലെങ്കിലും ആ ഫോണൊന്നും എടുക്കാറുന്നില്ലേ? എനിക്കൊരു കാര്യം കേൾക്കണ്ട. ദൈവത്തെ ഓർത്തൊന്ന് പോയിട്ടാ. ഇല്ല, പോണില്ല. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യണം. ബീച്ചിൽ പോയിട്ട് സമ്മർ അടിക്കണം, തൈക്കോണ്ട പഠിക്കണം. ഞാൻ എന്താണ് നിന്റെ കളിപ്പാവേ? ഇത് പള്ളിയാണ്, അച്ഛനുണ്ട്. പിന്നെ ഇവിടെ എന്ത് വർത്താനാണ് പറയുന്നത്? ചേട്ടൻ പറ, ഞാൻ എന്താ മനസ്സിലാക്കണ്ടേ? എനിക്ക് മനസ്സിലാക്കി പറഞ്ഞ. അല്ല, നിന്റെ കൈക്ക് സോറി. ഞാൻ ചോദിച്ചതിന് ആദ്യം മറുപടി പറ. മേരി, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല. എല്ലാം എന്റെ തെറ്റാണ്. ഞാനെന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുള്ള. ഞാനിപ്പോ എങ്ങനെ പറഞ്ഞ മേരിക്ക് ഇത് മനസ്സിലാവും എനിക്ക് മനസ്സിലാവുള്ള. ഫിഫു, നീയെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിട്ടാ. നീ ഇതെന്തൊക്കെയാണ് പറയണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ചേട്ടൻ പിന്നെ എന്തുണ്ടാക്കാനാണ് ലെറ്ററും പിടിച്ച് പ്രേമമാണ്, തേങ്ങയാണ്, മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞേ? നീ എന്തൊക്കെയാണ് പറയണ മേരി? ഞാൻ നാഷണൽസിന് പോകുന്നതിന് മുമ്പ് പറഞ്ഞല്ലേ, പറ്റില്ലെങ്കിൽ അപ്പൊ പറയണമായിരുന്നു. മേരി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടന് ശരിക്കും എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടായിരുന്നേ? പിന്നെ എന്തിനാ ക്ലാര അവിടെ പോയി നിൽക്കുന്നേ? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? എന്താ പറ? നമുക്ക് വിവാഹ ഉടമ്പടിയിലേക്ക് കടക്കാം. അന്ന് ആ ലൈബ്രറി വെച്ച് ചേട്ടൻ ക്ലാരയോട് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ചേട്ടൻ തന്നെയാ ക്ലാരയ്ക്ക് കറക്റ്റ്. യോഹന്നാൻ നാറി, അവൾക്ക് ഇഷ്ടമല്ല അയാളെ, എനിക്കും ഇഷ്ടമല്ല. എനിക്കറിയാം ചേട്ടന് ക്ലാരയോട് ഇഷ്ടമാണ്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ? അന്ന് ബീച്ചിൽ വെച്ച് ചേച്ചിയുടെ എൻഗേജ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോ ചേട്ടൻ എന്താ പറഞ്ഞേ? അത് നമുക്ക് പൊളിക്കാന്ന്. എന്നിട്ട് വന്നേക്കുന്നു എൻഗേജ്മെന്റ് കൂടാൻ വേണ്ടിട്ട്. ഒരു താണവും ഇല്ലാതെ. അല്ലാതെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടന് ശരിക്കും എന്റെ ചേച്ചിയോട് എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടോ? യോഹന്നാൻ, ഈ നിൽക്കുന്ന ക്ലാരയെ നിങ്ങളുടെ പ്രതിശ്രുത വധുവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? ആണ്, ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോഴും ഇഷ്ടമാണ്. ക്ലാരനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആരാണെന്ന് ഇഷ്ടാണോ എന്ന് പോയി പറ. അച്ചോ അച്ചോ, ആ മൂന്നാമത്തെ റോയില് രണ്ടാമത്തെ ടെൻഷൻ അടിച്ചിരിക്കുന്ന പയ്യനുണ്ടല്ലോ, പുള്ളിക്ക് ചെറുതായിട്ട് എന്തോ പറയാനുണ്ടെന്ന്. വേറെ ഒന്നുമല്ല, കല്യാണ പെണ്ണ് ഇഷ്ടമെന്ന് അങ്ങനെ എന്തോ ചെറിയ നിസ്സാര കാര്യം. അച്ഛൻ വേണേ അതൊന്ന് ഡീല് തുടക്കാനേ. അതച്ചോ, എനിക്ക് ക്ലാരനെ ഇഷ്ടമാണ് അച്ചോ. ഗായ്സ്, വില്ലേജ് മാരേജ് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ 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 സങ്കടകരമായ മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഗായ്സ്, ക്ലാരയുടെ പപ്പയ്ക്ക് എന്താണിത്? എന്താ ഇത്? കൈവിട്ട് പോയില്ലല്ലോ. നീ എന്താന്ന് വെച്ചാ ചെയ്തോ. ഞാൻ സംസാരിച്ചിട്ട് സംസാരിച്ചേ. എനിക്ക് ക്ലാരനെ ഇഷ്ടമാണ്. ക്ലാരയ്ക്ക് എന്നെ ഇഷ്ടമാണ്. ഞങ്ങളുടെ ഇഷ്ടം മേരിക്ക് ഇഷ്ടമാണ് അച്ചോ. എന്താ മോളെ ഇതൊക്കെ? ഇവനേതോ തലയ്ക്ക് സ്ഥിരമില്ലാത്തവനോ, ആരെങ്കിലും ഇവനെ ഒന്ന് പിടിച്ചോണ്ടോ? തലയ്ക്ക് സുഖമില്ലാത്തത് തന്റെ തന്തയ്ക്കാ. മേരി മോളെ, ഇത് ജെയിംസ് ചാച്ചനാടി. ലൈലാസുരൻ ചേട്ടന് പറയാനുള്ളത് മൊത്തം കേൾക്കാണ്ട് ഒറ്റ ഒരുത്തന് ഈ പള്ളിപ്പറമ്പിന്ന് വീട്ടിൽ പോവില്ല. ഇതെന്താണ് ഇതിങ്ങനെ? ഒന്നും അറിയിച്ചു ചേച്ചി, പ്ലീസ്. ചേട്ടാ, ജീവിത പ്രശ്നമാണ്. ക്ലാരെ, എനിക്ക് തന്നെ ഏതാണ് നീ ഏതാ? ചേട്ടാ, ഞാനിപ്പോ ചെയ്യണത് തെറ്റാണെന്ന് എനിക്കറിയാം. ഒറ്റ പ്രാവശ്യം ക്ലാരയുടെ തോന്നുന്നു സംസാരിച്ചോട്ടെ. എന്ത് സംസാരിക്കാൻ? അത് സംസാരിക്കുമ്പോ കേൾക്കാലേട്ടാ. ക്ലാരെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിർത്ത്. ആ ശരി ചേട്ടാ, സംസാരിക്കട്ടെ. സോറി. ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഒരാളെ മാത്രമേ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ. അത് നിന്നെയാണ്. എനിക്കിത് നിനക്ക് എങ്ങനെ പറഞ്ഞെന്നൊന്നും അറിയില്ല. എങ്ങനെ പറഞ്ഞ നിനക്കിത് മനസ്സിലാവും അറിയില്ല. പിന്നെ നിനക്കിത് പറയാണ്ടിരുന്നൂടെ? ക്ലാര, എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് നിന്നെ. ഇതൊക്കെ ഈ സമയത്തല്ല വന്ന് പറയണ്ടേ. ഇത്രയും നാളെ നിന്റെ വായിൽ എന്താ വല്ല പഴം തിരികെ വെച്ചേക്കും. ഇവളിങ്ങനെയൊക്കെ സംസാരിക്കും. നീ എങ്ങനെ 2 സ്റ്റെപ്പ് മാറിയെന്ന് നീ എങ്ങനെ? നീ ആള് കൊള്ളാല. നിനക്ക് ഇപ്പോഴാണ് അതൊക്കെ വന്ന് പറയാൻ സമയം കിട്ടിയത്. നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ?
ഇവള് പറഞ്ഞതും കേട്ടില്ലേ? നിന്നെ ഇഷ്ടമല്ലാന്ന്. പോയിക്കോ, വിട്ടോ 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 പോടാ, വിട്ടോ, പോ. ഇതൊക്കെ പണ്ട് പറയണായിരുന്നു വന്നിട്ട്. പോയിക്കോ, പോ, 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 ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. എടാ ഇറങ്ങാൻ. പിന്നെ സംസാരിക്കാം. വേറെക്കും കുഴപ്പമൊന്നുമില്ല ഇവിടെ. യോഹന്നാൻ, ഒരു പരിപാടി മിനിറ്റ്. തുടങ്ങുന്നു. എന്തോന്നോ ഒരു മിനിറ്റ്, എനിക്ക് സമ്മതമാണ്, അവൾക്ക് സമ്മതമാണ്, പിന്നെ എന്തോ ഒരു മിനിറ്റ്. പരിപാടി തുടങ്ങുന്നു. ഡേയ്, ഡേയ്. ഏ? ഇവിടെ നീയാണ് അച്ഛൻ, ഞാനാണ് അച്ഛൻ. അച്ഛൻ തന്നെ അച്ഛൻ. പരിപാടി തുടങ്ങി അല്ലേ? ഒരു മിനിറ്റ് അച്ഛോ, എനിക്കൊന്ന് ക്ലാരയോട് സംസാരിക്കണം. എന്തിന്? അതിന്റെ ആവശ്യം എന്തിരിക്കണേ? അത് ശരി, ഇവിടെ നിങ്ങൾ തന്നെയല്ലേ സംസാരിക്കുന്നേ? ആ, സംസാരിച്ച് ചെല്ല്, ക്ലാരേനെ വിളിക്കുന്നു. ചെല്ല് ചെല്ല്, പോയി സംസാരിക്ക്. പോ, തീരുമാനാവട്ടെ. ഞാനിവിടെ നിൽക്കാം. എല്ലാം ഇത്രയും കൊണ്ട് എത്തിച്ചത് ഞാൻ ഒരുത്തി കാരണമാണ്. ലൈലാസുരൻ ചേട്ടന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ക്ലാര, ഇത് നിന്റെ ലൈഫാണ്. ഇനി സമയമുണ്ട്. ഒരാളും പറയുന്നത് നോക്കണ്ട. നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി ആർക്കെങ്കിലും ഒരു മിനിറ്റ് സംസാരിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട്. എനിക്ക് മക്കളോടൊന്ന് സംസാരിക്കണം. ഇതിനൊരു അന്ത്യമില്ലേ? യോഹന്നാനെ, അവരൊരു മിനിറ്റ് അല്ലേ സംസാരിക്കുന്നുള്ളൂ. സംസാരിച്ചോട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഗായ്സ്, അടുത്തതായി കുട്ടിയുടെ പപ്പയാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താ മോളെ സംഭവിക്കുന്നേ? പപ്പയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ ഇഷ്ടത്തിന് പപ്പ ഇതുവരെ എതിരെന്നിട്ടില്ല. സംസാരിച്ചോണ്ടിരിക്കാതെ കാര്യം ചോദിക്കങ്ങള്. നിനക്ക് വാസ്തവത്തിൽ ലൈലാസുരനെ ഇഷ്ടമാണോ? പപ്പയോടൊരു വാക്ക് പറയായിരുന്നില്ലേ? ഞാൻ ഈ എൻഗേജ്മെന്റ് നടത്തില്ലായിരുന്നല്ലോ. ഇതിപ്പോ ഇത്രയും ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ഇപ്പൊ ക്ലാര, എന്താ കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വേണ്ടേ? ഞങ്ങൾ കുറച്ചേരെ ഇവിടെ നിൽക്കുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാരും? കുറെ നേരായി തുടങ്ങിയിട്ട്. എനിക്കിനി ഒരു കല്യാണം വേണ്ട, ഒരു കോപ്പും വേണ്ട. എൻഗേജ്മെന്റ് കല്യാണത്തിലേക്ക് പോകുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഗൈസ്, ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടിങ് ടിങ്. എന്റെ പൊന്നു ലൈലു, നിന്നെ സമ്മതിക്കണം. നീ കണ്ടോ, ഈ കത്ത് വായിച്ച അവൾ എന്നെ പ്രേമിക്കും. എന്നിട്ട് ഒരുപാട് ആൾക്കാരും വെളുത്തുടുപ്പിട്ട മാലകന്മാരും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഞാൻ അവളെ കല്യാണം കഴിക്കും. നീ കണ്ടോ ഫിഫു? എന്റെ പൊന്നു ലൈലു, അങ്ങനെ ഒരു കല്യാണം നടത്താൻ പറ്റിയില്ലെങ്കിൽ അവനത് മുടക്കാൻ പറ്റി. കൊള്ളാട്ടെ നീ. ഞാനിവിടെ നിക്കണ കണ്ടില്ലേ? നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാടാ. നിന്റെ പേരെന്താന്ന് പറഞ്ഞു? ലൈലാസുരൻ. 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 ആ, കൊള്ളാം. ഈ എൻഗേജ്മെന്റ് നടക്കുന്ന സമയത്ത് ഇത്ര ആൾക്കാരുടെ ഇടയിൽ വന്ന് സിനിമാ സ്റ്റൈലിൽ നിന്റെ കാര്യമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടം ആത്മാർത്ഥമാണ്, ഞാൻ സമ്മതിച്ചു. ക്ലാര, നിനക്ക് ഈ പയ്യനെ ഇഷ്ടമാണോ? കണ്ട, അവളൊന്നും പറയുന്നില്ല. അത് അവൾക്ക് തന്നെ ഇഷ്ടമായോണ്ടാണ്. അത് നീ മാത്രം പറഞ്ഞാ പോരല്ലോ. ഇഷ്ടമല്ലെന്ന് അവള് പറയട്ടേന്നേ. വെറുതെ ആൾക്കാരെ മെനക്കെടുത്തത്. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലാന്ന് തുറന്ന് പറഞ്ഞേക്ക്. ഇനി പുതിയ ആരെങ്കിലും കയറി വരുമോ? ഇഷ്ടം. കുറെ നേരായി. എനിക്ക് ലൈലാസുരനെ ഇഷ്ട. ആദ്യം കണ്ടപ്പോ മുതൽ ഇഷ്ട, ഇപ്പോഴും ഇഷ്ട. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിനാണ് ഇത്ര ലാഗ് അടിപ്പിച്ചത്. ഇതാണ് ഞാൻ ചോദിച്ചോണ്ടിരുന്നത് ഇത്ര നേരമായിട്ട്. നിങ്ങൾ ചേർന്ന് ചേർന്നേക്ക്, ചേർന്നേക്ക്. കൊള്ളാം. ലൈലാസുര, ഈ സ്നേഹമുള്ള സ്ഥലത്തെ എപ്പോഴും വിജയം ഉണ്ടാവുള്ളൂ. ഹാപ്പി അല്ലേ ക്ലാര? ഹാപ്പി അല്ലേ? ഇനി പപ്പ എവിടെ? പപ്പ ഹാപ്പി അല്ലേ? മേരി മേരി ഉണ്ടായിരുന്നല്ലോ. മേരി ഹാപ്പി അല്ലേ? മേരി ഹാപ്പിയാണ്. ഗായ്സ്, ക്ലീഷ ആണെങ്കിലും അത് സംഭവിച്ചിരിക്കുകയാണ്. ഗായ്സ്, നല്ലവനായ നമ്മുടെ ജപ്പാൻ പയ്യൻ ഒരു ജപ്പാൻ തെറി പോലും പറയാതെ അവര് തമ്മിൽ ഒരുമിപ്പിച്ചിരിക്കുകയാണ്. ഗായ്സ്, ഏത് നിമിഷവും ബിരിയാണി ചെമ്പ് പൊട്ടാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളൊക്കെ ഹാപ്പി അല്ലേ? അല്ലേ? എല്ലാരും ഹാപ്പിയാണ്. പിന്നെ ഞാൻ പിന്നെ എന്താക്കാനാണ് ഇവിടെ നിൽക്കുന്നത്? അന്തപ്പടി എടുത്ത് ഞാൻ അന്നേ പറഞ്ഞു യോഹന്നാൻ, പിന്നെ തേങ്ങ കൊല. ഞാൻ വേണ്ട വേണ്ടാന്ന് പല പ്രാവശ്യം പറഞ്ഞു. അപ്പോഴാണ് അയാളുടെ അമ്മയുടെ വകയിലെ കൂട്ടുകാരന്റെ മോളാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞു. തന്തപ്പടി സമാധാനപ്പെടുമ്പോ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ജപ്പാനിൽ നിന്ന് കഷ്ടപ്പെട്ട് ഫ്ലൈറ്റും പിടിച്ച് കോട്ടും സൂട്ടും തയ്പ്പിച്ച് ഇവിടെ വന്ന ഞാൻ സോംബി.
യോഹന്നാൻ ആര് ഞാനാണത്. ഏ ഞാനാ അച്ഛൻ. ആ ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു മിനിറ്റും ഇല്ല. ലൈലാസുര ജിഗോക്കൂന് ഇറങ്ങുച്ചിത്തെ മാത്തേ റോസേ ജാ മാത്താനെ